ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് ഹിജാബിന്റെ വിവാദങ്ങൾ നടക്കുകയാണ്. നമ്മുടെ പെൺമക്കളെ ഹിജാബില്ലാതെ സ്കൂളിലേക്കും മറ്റും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം നമുക്ക് കാണുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നാം പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷക്ക് നാം വിധേയമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്, വലാ യുബ്ദീന സീനതഹുന്ന, സ്ത്രീകൾ അവരുടെ ഭംഗി വെളിവാക്കരുത്. വൽ യദ്രിബന ബിഖുമരിഹിന്ന, അവർ മക്കനയിട്ട് അത് അലാ ജിയൂബിഹിന്ന, അവരുടെ മാറിലേക്ക് താഴ്ത്തിയിടണം. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഊലതിഹിന്ന വആബാഇഹിന്ന, അവരുടെ ഭർത്താക്കന്മാർ തുടങ്ങി അവരുടെ ബന്ധുക്കൾ അവരുടെ മുന്നിലല്ലാതെ അവരുടെ ശരീരത്തിന്റെ ഭംഗി ഒരിക്കലും തന്നെ വെളിവാക്കാൻ പാടില്ല, അത് മറച്ചു വെക്കണം. ഈ ആയത്ത് വിവരിച്ചുകൊണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ചിലര് തട്ടിടല് ഇസ്ലാമിലില്ല എന്ന് പറയുന്നവരുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വിശുദ്ധ ഖുർആനാണ് ഇവിടെ ഖിമാറ് തട്ടം ഇടണം എന്ന് വ്യക്തമായി പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് പറയുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇർഹമുല്ലാഹു നിസാ അൽ മുഹാജിറാത്ത്, മുഹാജിറുകളായ സ്ത്രീകൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എന്തുകൊണ്ട്? അവര് ലമ്മ അൻസലല്ല, അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയപ്പോൾ ശഖത്ന മുറൂതഹുന്ന ഫഖ്തമർന ബിഹി, അവരുടെ തുണികൾ കീറിക്കൊണ്ട് മക്കനയിട്ടിരുന്നു. അതായിരുന്നു സഹാബി സ്ത്രീകൾ. ഖുർആൻ ഒരായത്ത് ഇറങ്ങിയാൽ അവർ അതുപോലെ ചെയ്യും. ഇത് ഇമാം ബുഖാരി മറ്റൊരു റിപ്പോർട്ടിലും ആയിഷ ബീവി ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അഖദ്ന ഉസ്റഹുന്ന ഫശഖഖന മിൻ ഖിബലിൽ ഹവാശി ഫഖ്തമർന ബിഹാ, അവരുടെ തുണികൾ എടുത്തുകൊണ്ട് അത് മക്കനെ ചുറ്റിയിരുന്നു. അപ്പൊ നമ്മുടെ സ്ത്രീകളെ കൊണ്ട്, നമ്മുടെ പെൺകുട്ടികൾ മക്കനയിടുന്ന സ്കൂളിലാ പോകേണ്ടത്. മക്കനയിടാൻ സമ്മതിക്കാത്ത സ്കൂളിലേക്ക് പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധം ചെയ്യലാണ്. മക്കനയിടാതെ പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു ആയത്തിൽ ഇങ്ങനെയാണ്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ അസ്വാജിക, ഓ നബി അങ്ങയുടെ ഭാര്യമാരോടും, ഓ ബനാതിക പെൺകുട്ടികളോടും, വനിസാഇൽ മുഅ്മിനീന വിശ്വാസിനികളാണെങ്കിൽ ആ സ്ത്രീകളോടും പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മേൽ പുട അവരുടെ മേൽ താഴ്ത്തിക്കൊള്ളട്ടെ.